ഇതാണ് ഫോർട്ട് കൊച്ചിയിൽ ന്യൂ ഇയറിന് ക്രിസ്മസ് ട്രീ ഒക്കെ ഇടുന്ന സ്ഥലം. ന്യൂ ഇയറിന് ക്രിസ്മസ് ട്രീ ഇടുന്നതും പിന്നെ കൊച്ചിക്കാരെല്ലാവരും ന്യൂ ഇയർ ആകുമ്പോൾ ഇവിടെയാണ് ഒത്തുകൂടുന്നത്. നോക്കിയ സ്ഥലങ്ങളൊക്കെ കാണാൻ നല്ല രസമല്ലേ. ഇവിടെ പലതരത്തിൽ വെറൈറ്റി മരങ്ങളൊക്കെയാണ്, അടിപൊളിയാണ് ഇവിടെയൊക്കെ കാണാൻ. ഇവിടെ റൈഡുകളൊക്കെ ഉണ്ടാവും, കുറേ ന്യൂ ഇയർ ആകുമ്പോഴത്തേക്കൂടെ നിറച്ച് റൈഡുകളായിരിക്കും. ഇതൊക്കെ കുറേ വർഷം പഴക്കമുള്ള മരങ്ങളാണ്. ഈ ഇടയ്ക്ക് ഇവിടെ ഇരുന്നൊരു മരം പിരിഞ്ഞു വീഴായിരുന്നു, മുത്തശ്ശി മരം എന്ന് പറഞ്ഞിട്ട്. ഇതൊക്കെ നിൽക്കുന്നതാണ് നല്ല രസമാണ്, ഈ നിരയായിട്ട്. ഈ സ്ഥലമൊക്കെ ഫോർട്ട് കൊച്ചി വെളിയിൽ നിന്നൊക്കെ അറിയപ്പെടും. കണ്ടോ എത്ര നല്ല നല്ല തണുത്ത മരങ്ങളാണിത്. ഇതിൻ്റെ അടിയിലൊക്കെ വന്നിരിക്കാൻ നല്ല രസമായിരിക്കും. എത്ര ചൂടായാലും നല്ല രസമായിരിക്കും ഇതിൻ്റെ അടിയിലൊക്കെ വന്നിരിക്കാൻ. ഇവിടെയൊക്കെ നേവിക്കാരുടെ ഇതാണ്. ഇവിടെ ഒന്നും വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ല, പട്ടാളക്കാരൊക്കെ ഉണ്ടാവും. ഇത് നേവിയുടെ സ്ഥലമാണ്, ഇതൊക്കെ നേവിയുടെ സ്ഥലമാണ്. ഇവിടെ പട്ടാളക്കാരൊക്കെയാണ്, വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ല. നമ്മൾ ഫോർട്ട് കൊച്ചിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഫുൾ ഇതേപോലത്തെ മരങ്ങളൊക്കെയാണ്. നല്ല രസമായിട്ട് രണ്ട് സൈഡിലും ഇങ്ങനെ എല്ലാം ഒരു നല്ല രസമായിട്ട് ഇരിപ്പുണ്ട്. ഇവിടെയൊക്കെ നിറച്ച് ഹോം സ്റ്റേകളും റിസോർട്ടുകളും ഒക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഫോർട്ട് കൊച്ചിയിലേക്ക്. ഇവിടെയൊക്കെ നിറച്ച് ഒരുപാട് വർഷം പഴക്കമുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു, നല്ല രസമായത് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന കാണാൻ. നല്ല രസമായിട്ട് ഇങ്ങനെ കുറേ കട്ടായിട്ട് ഇങ്ങനെ കിടപ്പുണ്ട്. ഇവിടെയൊക്കെ പിന്നെ കുറേ റിസോർട്ടൊക്കെ ഉണ്ട്. അപ്പുറത്ത് കടലാണ്, അപ്പുറത്ത് കാണുന്ന ഫുൾ കടലാണ്. ഇപ്പുറത്ത് ഇതേപോലത്തെ വീടുകൾ. പിന്നെ ഇതൊക്കെ നേവിയുടെയാണ്, കൊച്ചിൻ നേവിയുടെയാണ് ഇതൊക്കെ. പിന്നെ ഞങ്ങൾ ഫോർട്ട് കൊച്ചിയിലെത്തിയിട്ടുണ്ട്. ഇവിടെ ആയിരുന്നു പണ്ട് പപ്പാനിനെ കത്തിച്ചുകൊണ്ടിരുന്നത്. പിന്നെ കുറേ വിശ്വാസം കാരണം ഇവിടുന്ന് മാറ്റിയതാണ് പപ്പാനിനെ കത്തിക്കുന്നത്. ഇത് കാണുന്നത് ഈ കടലിൽ നിന്ന് മണ്ണൊക്കെ കോരെടുക്കുന്ന ഷിപ്പാണ്. എന്നിട്ട് കടലിൽ ആഴം കൂട്ടിക്കും കൂടുതൽ, അപ്പോൾ നല്ല ആഴം ഉണ്ടായിരിക്കും. കടലടിയിൽ നിന്ന് ഉള്ളടിയിൽ നിന്നൊക്കെ മണ്ണ് കോരിയെടുക്കും, അപ്പോൾ കൂടുതൽ ആഴമൊക്കെ ഉണ്ടാവും. ഇവിടെയൊക്കെ ഷോപ്പിംഗ് സ്ട്രീറ്റൊക്കെ ഉണ്ട്, ഫുഡ് കോർട്ടൊക്കെ ഉണ്ട്. ഒരു ഗോവ വന്ന ഫീലിംഗ് ആണ് ഇവിടെയൊക്കെ. ഇത് വാസ്കോ ഡ ഗാമ ചർച്ചാണ്. ഇവിടെയാണ് വാസ്കോ ഡ ഗാമയുടെ ബോഡി അടുക്കിയേക്കുന്നത്. ഇങ്ങോട്ട് കയറാൻ പറ്റിയില്ല, ഇത് അടച്ചിട്ടേക്കുമായിരുന്നു. കുറച്ചും കൂടെ നേരത്തെ വന്നാൽ കയറായിരുന്നു. ഇവിടെ നിറച്ച് സൂമ കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ആയിപ്പോയത്. പിന്നെ ഇവിടെ വിദേശികൾക്ക് വേണ്ടിയാണ് മെയിനായിട്ട് തുടങ്ങിയേക്കുന്ന പോലെയാണ്. ഇവിടെ ഉടുപ്പുകളൊക്കെ ഉണ്ട്, മേക്കപ്പ് ഐറ്റംസ് എല്ലാം ഉണ്ട്. വിദേശികളൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ കൾച്ചർ യൂസ് ചെയ്യാനായിട്ടാണ് ഈ ഡ്രസ്സൊക്കെ ഇങ്ങനെ ഇട്ടേക്കുന്നത്. ഇതാണ് ഫോർട്ട് കൊച്ചി ബീച്ച്. ഇവിടെയൊക്കെ കുറേ ഷൂട്ടിങ്ങൊക്കെ നടന്നിട്ടുണ്ട്. ഈ ബിൽഡിങ്ങുകളിലൊക്കെ കുറേ ഷൂട്ടിംഗ് ഉണ്ട്. ഇതൊക്കെ ഇപ്പോഴാണ് ഇങ്ങനെ ആയത്. മുമ്പെയൊക്കെ നല്ല രസമായിട്ടിരുന്നതാണ്. കുറച്ച് പായൊക്കെ പിടിച്ചിട്ടുണ്ട് ഇപ്പോൾ. മുമ്പെല്ലാം വൈറ്റ് കളർ അടിച്ച പോലെ ഇരിക്കുമായിരുന്നു. ഇവിടെയൊക്കെ കുറേ സിനിമ ഷൂട്ടിങ്ങൊക്കെ നടന്നിട്ടുണ്ട്. ഇതൊക്കെ കാണാൻ തന്നെ നല്ല രസമാണ്. അടുത്തടുത്തിങ്ങനെ പല കളറിൽ നിൽക്കുന്ന കാണാൻ നല്ല രസമാണ്. ഇങ്ങോട്ട് വരുമ്പോൾ അടിപൊളിയാണ് ഇവിടെ ഇരിക്കാനൊക്കെ. ഇത് വാട്ടർ മെട്രോയിലോട്ട് പോകുന്ന വരിയാണ്. ഞങ്ങൾ തുടങ്ങിയപ്പോഴൊക്കെ ഭയങ്കര തിരക്ക് ക്യൂ ഒക്കെ നിന്നാണ് കയറിയത്. പക്ഷെ ഞങ്ങൾ ഇവിടെ അല്ല കയറി, ഞങ്ങൾ മറൈൻ ഡ്രൈവിലാണ് കയറിയത്. അവിടെയും വാട്ടർ മെട്രോ നല്ല രസമാണ്. ഇവിടെയും ഷോപ്പിംഗ് സ്ട്രീറ്റൊക്കെ ഉണ്ട്. ഇതിവിടെ കുറേ ചീനിവലയുണ്ട്, ചീനവല. ഇവിടെ നിന്നാൽ പിന്നെ വലിയ ബോട്ടൊക്കെ കാണാൻ പറ്റും. ഇതിൽ പല ബോട്ടുകളൊക്കെ ഈ കായലിൻ്റെ അടിയിൽ നിന്ന് ഈ ചെളിയൊക്കെ എടുത്തിട്ട് കായലിൻ്റെ ആഴം കൂട്ടിക്കും, അത് കൂടുതൽ ആഴമാക്കും. അവിടുന്നും ഒരു ബോട്ട് വരുന്നുണ്ട്. ഈ ഷിപ്പ് ഇത് വരുന്ന കണക്ക് നല്ല രസമല്ലേ.
ഇതാണ് വാട്ടർ മെട്രോ. ഓരോ 10 മിനിറ്റ് കൂടുമ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കും. ഇതിനകത്തിരുന്ന് പോകാനൊക്കെ എന്ത് രസമാണ്. ഇതാണ് ബോട്ട് ഷെഡി. ഇതാണ് ജങ്കാറ്. ഇതിലൂടെ ഈ ആൾക്കാർ പിന്നെ ഈ വണ്ടികളൊക്കെ കയറ്റാൻ പറ്റും. ഇത് കയറ്റിലൂടെ ട്രാഫിക് ബ്ലോക്കൊക്കെ കുറഞ്ഞു കിട്ടും. കുറേ അങ്ങനെ പോകുമ്പോൾ അക്കരയിൽ നിന്ന് ഇക്കരയൊക്കെ എത്തിക്കും. 2 എണ്ണമാണുള്ളത്. ഒരെണ്ണം അങ്ങോട്ട് പോകുമ്പോൾ ഒരെണ്ണം തിരിച്ചിങ്ങോട്ട് വരും. അങ്ങനെയാണ്. പിന്നെ ഇതിൽ കൂടെ പോകുമ്പോൾ നല്ല രസമാണ്. ഇത് ട്രാഫിക് കുറയ്ക്കുന്നതോടെ നല്ല രസം. ഇവിടെ നിന്ന് കുറേ പേര് മീൻ പിടിക്കുന്നതുണ്ട്. പിന്നെ ഇവിടെ നിന്ന് നല്ല സീനറിയാണ്. കായലിലോട്ട് നോക്കി നല്ലൊരു വ്യൂ കിട്ടും. ഇതേപോലെ ലൈറ്റ് മങ്ങുമ്പോൾ വരാനാണ് കൂടുതൽ നല്ല രസം. ഇതേ ഒരെണ്ണം അങ്ങോട്ട് ഇപ്പോൾ പോയിട്ട് ഇപ്പോൾ ഇത് തിരിച്ചു വന്നിട്ടുണ്ട്. ഇങ്ങനെ കുറേ പ്രാവശ്യമുണ്ട്. ഇത് നിറയുന്നത് വരെ കയറ്റും. നിസ്സാര പൈസയൊക്കെ ഉള്ളു ഇതിന്. രാത്രി പോയി ആവാറാകുമ്പോൾ ഒരു വ്യൂ ആണ്. നല്ല രസമാണ്. അപ്പുറത്തെ വെട്ടമൊക്കെ കാണാനൊക്കെ നല്ല രസമാണ്. ഇപ്പം ചെളി ആയതുകൊണ്ട് അധികം ഒരു ഇറങ്ങുന്നില്ല. മുമ്പേയൊക്കെ ഇറങ്ങുമായിരുന്നു. വെള്ളത്തിൽ കളിക്കാനൊക്കെ ഇവിടെയൊക്കെ വരുമായിരുന്നു. ഇത് ബ്രിട്ടീഷുകാർ ചെയ്തതാണ്. ഇത് എന്താണെന്നറിയില്ല. ഇതേപോലെ കുറേ ഇവിടെയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നശിഞ്ഞു പോകാറായത്. കുറേ പഴക്കം ഉണ്ടാവുമല്ലേ ഇതിനൊക്കെ. തുരുമ്പടിച്ചിരിക്കുകയാണ്. ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റുള്ളൂ. നല്ല രസം. അപ്പുറത്തെ ഈ വെട്ടമൊക്കെ കാണാൻ നല്ല രസമാണ്. ഇവിടെ ഇരിക്കുന്നതൊക്കെ ഒരു തണുപ്പൊക്കെ ഉണ്ടാകും. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ.